ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ അതിൽ വലിയ എമൗണ്ട് കിട്ടുക എന്നുള്ള സംഭവമാണ്. പക്ഷേ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ ഈ പ്രശ്നങ്ങൾ വരുള്ളൂ. വീണ്ടും ക്യാഷ് എന്നുള്ള ആർത്തിയാണ്, വീണ്ടും പെടും, സ്വാഭാവികം, മലയാളികളല്ലേ. Build your brand globally. Make your venture a success. Unique Times, Premium Business Lifestyle Magazine. മണി ചെയിൻ തട്ടിപ്പ് സ്ഥിരമായി നമ്മുടെ ഇടയിൽ കാണാം. ഇങ്ങനെയുള്ള കെണികളിൽ കുടുങ്ങുന്ന മലയാളികളാണോ? മലയാളികൾ സ്വാഭാവികമായിട്ട് പുതുമയും അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ കൂടുതൽ കാശുണ്ടാക്കുന്നതിനുള്ള ചുളിവിലായിട്ടുള്ളൊരു മാർഗം. അല്ലെങ്കിൽ ജോലി എടുത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശ് വേറെ, അല്ലെങ്കിൽ വസ്തു വിറ്റ് അത് ഡിപ്പോസിറ്റ് ചെയ്ത് 5 വർഷം കഴിഞ്ഞ് അത് ഇരട്ടിയാക്കി, അപ്പോൾ അതുപോലെയുള്ള മാർഗങ്ങളിലൂടെ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ ഈ മണി ചെയിൻ തട്ടിപ്പിന് അത് കൊടുക്കും. ഇപ്പോൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ മണി ചെയിൻ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസ് എന്ന കമ്പനിയാണ് കേരളത്തിലെ ജനങ്ങൾ ആദ്യമായിട്ട് കോടികൾ പറ്റിച്ചത്. അത് ബിഫോർ 20-22 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ 25 കോടി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ നിങ്ങൾ പറയുന്ന ഈ സംഖ്യയേക്കാൾ 1157 കോടിയും വെച്ച് അന്നത്തെ എമൗണ്ടും ഇന്നത്തെ എമൗണ്ടും വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പൊതുവേ മലയാളികൾ പ്രബുദ്ധരാണ്, അതുപോലെ ലിറ്ററസി കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ. എങ്കിൽ പോലും എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ മലയാളികൾ എപ്പോഴും ഓരോ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. 1 കൊണ്ടാലും 2 കൊണ്ടാലും മലയാളി പഠിക്കത്തില്ല. 1 വെച്ചാൽ 3 ആകുമെന്ന് പറഞ്ഞാൽ മലയാളി അതിൻ്റെ പുറകിലോട്ട് പോകും. എത്ര വിവരം ഉണ്ടെങ്കിലും എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുടെ പൈസ അങ്ങനെ പോയിട്ടുണ്ട്. എന്നെ അതിനകത്തോട് വലിച്ചടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ആ കെണിയിൽ അകപ്പെടാൻ പൈസ പോയിട്ടില്ല. മലയാളി പഠിക്കത്തില്ല. മലയാളി ഇനിയും തട്ടിപ്പിൽ വീഴും. തീർച്ചയായിട്ടും പ്രബുദ്ധരെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവർ കാര്യങ്ങളെ കാര്യഗൗരവമായിട്ട് അപഗ്രഥിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്തെങ്കിലും കണ്ടാൽ അതിൻ്റെ പുറകെ അങ്ങ് പോവുക. അതാണ് കണ്ടുവരുന്നത്. കഷ്ടം തോന്നും ചിലപ്പം കാണും. ഇത് ഇഡി അന്വേഷണത്തിൽ വിട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. സമാനതകളില്ലാത്ത ഒരു കേസായിട്ടാണ് പറയുന്നത്. അതെ. അപ്പം മലയാളികൾ വളരെ സൂക്ഷിക്കണം. ആദ്യം ഇവരൊക്കെ പിന്നെ നല്ല പിള്ള ചമയും നല്ല കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യും. ആൾക്കാരുടെ ആദ്യം നിക്ഷേപിക്കുന്നവർക്ക് കാര്യങ്ങൾ അവരെ വെച്ച് ഇവർ മാർക്കറ്റ് ചെയ്യും. ഒടുവിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് പീപ്പിൾ ട്രാപ്പിലാകുകയും ചെയ്യും. അതാണിപ്പം കണ്ടുവരുന്നത്. പണ്ടുപോലെയുള്ള ഒരു സംഭവവികാസമാണിത്. സ്വന്തമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, അത് തന്നെ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള മെസ്സേജുകളിലെ ലിങ്കുകളും കാര്യങ്ങളിലൊന്നും ഇത് ചെയ്യാണ്ടിരിക്കുക. അല്ലെ എല്ലാ കാലഘട്ടങ്ങളിലും ഇതുണ്ട്, മലയാളികളുടെ ഇടയുണ്ട്. പക്ഷേ മലയാളികൾ പ്രബുദ്ധരാണ്, ബുദ്ധിശാലികളാണെന്ന് പറഞ്ഞത്. പക്ഷേ എപ്പോഴും ഇതിൽ കുടുങ്ങുന്നതും മലയാളികൾ തന്നെയാണ്. അതാണ് ശ്രദ്ധേയം. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് സാർ? കൂടുതലും ആപ്ലിക്കേഷനുകളിലും കാര്യങ്ങളിലൊന്നും ചെയ്യാണ്ടിരിക്കുക. കൂടുതലും മൊബൈലിൻ്റെ യൂസ് തന്നെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. കുറേ കാര്യങ്ങൾ വയ്ക്കുക. പിന്നെ കൂടുതലും പത്രങ്ങൾ വായിക്കുക. കൂടുതൽ ഈ റീൽസ് കാണുന്നതിനേക്കാളും ഭേദം കൂടുതൽ പത്രങ്ങൾ വായിക്കുക, വാർത്തകൾ കാണുക. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഈ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പോയാൽ തലയിടാണ്ടിരിക്കുക. കൂടുതലും ഇപ്പോഴത്തെ തലമുറകൾ കൂടുതലും സമയം കണ്ടെത്തുന്നത് ഈ റീൽസും ഫേസ്ബുക്കും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കൂടുതൽ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറച്ചും കൂടി ഇതാവാൻ പറ്റും. മണി ചെയിൻ തട്ടിപ്പ് ഇപ്പോൾ ധാരാളം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആൾക്കാർക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കുക, എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇതിൽ വീഴുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ആകർഷിക്കപ്പെടുന്ന വെച്ചാൽ മാർക്കറ്റിങ്ങിൻ്റെ രീതി മാറി. പണ്ട് മാർക്കറ്റിങ് ചെയ്ത പോലെ അല്ല ഇപ്പോൾ മാർക്കറ്റിങ് ചെയ്യുന്നത്. അവർക്ക് കുറേ കൂടി സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ അത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയൊക്കെയാണ് ഈ കമ്പനീസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പിന്നെ അവർക്ക് സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും വരുന്നു. എന്താണ് മലയാളികൾ വീണ്ടും വീണ്ടും ഇതിലേക്ക് കുടുങ്ങിപ്പോവാൻ കാര്യം? ആർത്തി മലയാളികൾ ആർത്തി മണി അതാ എല്ലാവർക്കും ആവശ്യമാണല്ലോ. ഒരു പ്രാവശ്യം പെട്ടാലും വീണ്ടും ക്യാഷ് എന്നുള്ള ആർത്തിയാണ്, വീണ്ടും പെടും, സ്വാഭാവികം, മലയാളികളല്ലേ, സ്വാഭാവികം. പല രീതിയിലാണ്. ഇപ്പോൾ ഒരു മുഖമായിട്ട് വരും. ഇന്ന് മോഹൻലാലാണെങ്കിൽ നാളെ മമ്മൂട്ടി, അടുത്ത ദിവസം ഷാറൂഖ് ഖാൻ. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് വരും. പക്ഷേ അതിൻ്റെ വർക്കിംഗ് ഫ്ലോ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. മലയാളികൾക്ക് പണത്തിലുള്ള ആർത്തിയാണ് ഇതിന് കാരണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ എക്സ്പെൻസ് കൂടുതലാണ് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച്. ആൾക്കാർ കൂടുതൽ വേറെ ഓൾട്ടർനേറ്റീവ് ഒരു മാർഗം നോക്കിക്കൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും ഫണ്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ ഇതിൽ ചേരുന്നു. അത് ഇനിയും നടക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ആർത്തിയുള്ളതുകൊണ്ട് ഇങ്ങനെ നടക്കും. പൈസ കിട്ടാനുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇനിയും ഇതിൻ്റെ വലിയ തട്ടിപ്പ് കിടക്കും. ഇതൊരു ചെറിയ കാശാണ്. എത്ര? 1000 അത് ചെറിയ കാശല്ലേ. ഇതിലും കൂടുതൽ അടിക്കണ്ടല്ലോ ഇവിടെ ആൾക്കാർ. അത് നമ്മളറിയണില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ അതിൽ കൂടുതൽ
സ്കാമിങ് നടക്കും. ഇപ്പോൾ ഈ മണി ചെയിൻ എന്നുള്ള 2-3 രീതിയുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ മണി ചെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ബേസ് ഉണ്ട്, അല്ലാതുണ്ട്. ഇപ്പോൾ പ്രൊഡക്റ്റ് ബേസിൽ ചെയ്യുന്ന ഒരിക്കലും മണി ചെയിൻ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ബേസിൽ കൊടുക്കുന്ന എപ്പോഴും ഫിക്സ്ഡ് എമൗണ്ട് ആണ്, അത് ഈസ് എ ലീഗലാണ്. ഇപ്പം ഈ ലീഗലിൽ നിൽക്കുമ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ നാളെ ഒരു സമയത്ത് അവർ കൂടുതൽ പൈസ ചോദിച്ചിട്ട് ഒരു തെളിവും ഇല്ലാതെ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന പറയുന്നത് തന്നെ വേണമെങ്കിൽ പൈസ വാങ്ങിയിട്ട് അത് വേറെ രീതിയിൽ ഇല്ലീഗൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് മണി ചെയിനായി മാറുന്നത്. അല്ലാതെ ഒരിക്കലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒരിക്കലും ആരെയും ചതിക്കുന്ന പറ്റിക്കല്ല. പക്ഷേ പറ്റിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർ ചില ഇതുണ്ട്. ഇപ്പം എക്സാമ്പിൾ ഒരു 5000 രൂപ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഫിക്സഡ് എമൗണ്ട് 5000 രൂപയാണ്. പക്ഷേ അതല്ല, നോർമലി അവർ മീറ്റ് ചെയ്യാൻ വരുമ്പം 50,000 ഇട്ട് കഴിഞ്ഞാൽ മാസത്തിൽ ഇത്ര തരാമെന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് വാങ്ങിയതിന് ശേഷം ഞാൻ 3 പേരെ അല്ല 5 പേരെ ചേർക്കുമ്പോൾ അവരുടെ പൈസ തന്നെ എടുത്ത് തരുന്നത്. അത് എത്ര രൂപ വേണം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരിക്കലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ബാങ്കിൻ്റെ RBI റൂൾ പ്രകാരം ഇത്ര ശതമാനം പലിശ കൊടുക്കാൻ ഇത്ര കാര്യമുള്ളൂ. അപ്പോഴാണ് തട്ടിപ്പാവുന്നത്. പക്ഷെ ഒരിക്കലും മണി ചെയിൻ എന്ന് പറഞ്ഞ സാധനത്ത് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് വാങ്ങുന്നതിനകത്ത് യാതൊരു വിധ കാര്യവുമില്ല. കാരണം ആ ഡയറക്റ്റ് മാർക്കറ്റിൽ കിട്ടുന്ന സാധനം നിയമപ്രകാരം ഒരു വെബ്സൈറ്റിലോ ആമസോണോ ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റിലോ പിന്നെ അല്ലാതെ ഷോപ്പിലോ ഒന്നും വാങ്ങാനേ പാടില്ല. അത് ഇവരുടെ സൈറ്റിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അത് നിയമപരമായിട്ട് 100% ശരിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഡയറക്റ്റ് മാർക്കറ്റിങ്, മൾട്ടി ലെവൽ മാർക്കറ്റിങ് തെറ്റല്ല, അത് ചീറ്റ് ചെയ്യത്തില്ല. ഇപ്പം ചീറ്റിങ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ചിട്ട് ഇത്ര രൂപ മാസം തോറും പ്രോഫിറ്റ് തരാമെന്നും പറഞ്ഞ് വാങ്ങുന്നതിനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 100% വെട്ടിപ്പാണ്. കാരണം അവർ ട്രേഡ് ചെയ്താൽ നോർമലി അവർ ട്രേഡ് ചെയ്താൽ എത്ര രൂപ ട്രേഡ് ചെയ്താൽ അവർ പൈസ വാങ്ങിയ പൈസയ്ക്ക് നോർമലി ഞാൻ ട്രേഡിങ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറേ ടീമുകൾ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വിദേശത്തുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരാളെ പറ്റിക്കണം എന്നും പറഞ്ഞ് ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ 100% അത് ഇപ്പം ഞാനിപ്പം പൈസ കൊടുത്തതിൻ്റെ വേറെ ആളെ ചേർത്തുള്ള പൈസ ആണെങ്കിൽ പ്രോഫിറ്റ് വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഇവിടെ ചെയ്യുന്നത് അതൊന്നും ചെയ്യാതെ തന്നെ അത് പൈസ എടുക്കുവാണ്. ഇപ്പം ഈ ആൾക്കാരെല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം ലക്ഷങ്ങൾ കിട്ടിയതിന് ശേഷം അവർ പിന്നെ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ ഒരു മുക്കുന്നതാണ്. അല്ലാതെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് MLM ഒരിക്കലും ഒരു തട്ടിപ്പല്ല. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ആ മോട്ടിവേഷനും ആളുകളെ എങ്ങനെ ഇത് വലയിലാക്കാന്നുള്ളതിൻ്റെ ഇതറിയാം, ആളുകൾക്ക് അറിയാം. മലയാളികൾക്ക് തന്നെയാണ് ഇത് ആഗ്രഹം, പണം ഇരട്ടിക്കണം, എങ്ങനെ ഫ്രീ ആയിട്ട് പൈസ കിട്ടണം എന്നുള്ളത് അറിയാം. മലയാളികൾ തന്നെയാണ് ഇതിൽ കൂടുതൽ പെടുന്നത്. അവർ തന്നെയാണ് ഇതിൻ്റെ ഇത് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പാർട്ടിയൊക്കെ സംഘടിപ്പിച്ച് ആളുകൾ ഇത് തന്നെ അവർ കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നല്ലതായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ അതിൽ വീഴ്ച തള്ളിയിടുകയാണ്. വേറെ ഒന്നുമല്ല. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ അതിൽ വലിയ എമൗണ്ട് കിട്ടുക എന്നുള്ള സംഭവമാണ്. പക്ഷേ അതിലേറ്റവും മേലെ നിൽക്കുന്ന ആൾക്കാണ് ഇതിൻ്റെ ആ ഒരു ഇത് കിട്ടുക. മലയാളികൾ ഇനിയെങ്കിലും പാഠം പഠിക്കുമോ? ഈ ആയിരിക്കലും ഇല്ല, ഇത് ഇനിയും വരും. പൈസ പോയി, അതെ, കഷ്ടവും നഷ്ടവും പറഞ്ഞുകൊണ്ടിരിക്കും മലയാളികൾ, പ്രബുദ്ധ മലയാളികൾ തന്നെ. ഈ പ്രബുദ്ധ മലയാളികളൊന്നും പറയാൻ മാത്രമില്ല. ഇപ്പം എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന് വിചാരിച്ചിരിക്കുന്ന മണ്ടന്മാരാണ്. കഥകൾ ഇനിയും തുടരും, നിർത്തല്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞില്ല, അതിൻ്റെ ET അന്വേഷണമാണെങ്കിൽ ആ പൈസ പോയ ആൾക്കാർ നിയമപ്രകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ RBI റൂൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ മണി ചെയിൻ എന്ന രീതിയിൽ കൊടുക്കില്ല. പക്ഷേ അവർ പ്രൊഡക്റ്റ് വാങ്ങിയ രീതിയിലാണ് ഇവർ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വെറുതായിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർ പ്രോഫിറ്റ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ ഈ കേസ് എങ്ങും ഒത്തുമില്ല. കറക്റ്റ് 100% ശരിയാണ്. ഇവർ ET അന്വേഷണത്തിനകത്ത് ഇവർ വന്നേക്കുന്ന ടാക്സ് അടയ്ക്കാത്തതിൻ്റെ കേസാണെങ്കിൽ അത് ഗവൺമെൻറ് രീതിയിൽ പോകും. അല്ലാതെ ഒരാളെ ചീറ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയും പോകില്ല. 100% നമുക്ക് എഴുതി തരാൻ പറ്റും. കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ നിയമവശം. ഇങ്ങനൊരു സംഭവമായിട്ട് നിങ്ങളെ ഒരാൾ സമീപിച്ചാൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ ക്യാഷ്? ഇല്ല, നമുക്ക് ഒരേ അനുഭവം ഉണ്ട്. ഇങ്ങനെ ചെയ്തിട്ടായിട്ട് പൈസ പോയിട്ടുണ്ട്, അവിടെ ഒരിക്കലും ചെയ്യില്ല. ഈ രീതിയിൽ അന്വേഷണം നടത്തുമ്പോൾ അവരുടെ ക്യാഷ് തിരിച്ച് ജനങ്ങളിലേക്ക് എത്തുന്ന കിട്ടില്ല, ഒരിക്കലും വരും, ഒരിക്കലും വരുന്നത് 100% ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇത് പഠിച്ചിട്ടും വീണ്ടും പറയുന്നതിന് വീണ്ടും ഇതിൻ്റെ തിക്തവശങ്ങളിൽ പഠിക്കുന്നില്ലേ? അങ്ങനെ പഠിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സിനിമ എടുത്ത സിനിമ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ സിനിമ ഒരു 10 കോടി രൂപ മുടക്കി ഞാൻ ഒരു സിനിമ എടുത്തു, ആ സിനിമ പൊട്ടി 2 കോടി രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ സിനിമ എടുത്ത് പൊട്ടിയെന്നും പറഞ്ഞ് എൻ്റെ കൂടെയുള്ള എല്ലാ പ്രൊഡ്യൂസർമാരും സിനിമ എടുക്കുന്ന പരിപാടി നിർത്തണോ അതോ അവരെടുക്കുമോ? ഞാൻ ചെയ്യുന്ന വിജയിക്കുമെന്ന് പറഞ്ഞില്ല എടുക്കുന്നത്. അതേപോലെ തന്നെ ഏതൊരു കമ്പനി വന്നെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് കറക്റ്റായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയാൽ ഫിക്സഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ 100% വിജയിക്കും. ഈ നിയമം ഈ രീതിയിൽ തന്നെ പോവുള്ളൂ.
ഇനി മലയാളികൾ പഠിക്കത്തില്ലെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അത് മലയാളികൾ മാത്രമാണ് ഇതിന് പറ്റിക്കപ്പെടുന്നത്. ഒരിക്കലും അല്ല. അതാണ് ഏറ്റവും വലിയ തെറ്റുപറ്റ. ഇത് 2012-13 കാലഘട്ടത്തിൽ ചൈന എന്നൊരു ആപ്ലിക്കേഷൻ ഇറങ്ങി. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അത് ഏകദേശം അത്യാവശ്യം എമൗണ്ട് കേരളത്തിലുണ്ട്. ആരും പരാതി കൊടുത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ ഈ പ്രശ്നങ്ങൾ വരുള്ളൂ. കാരണം കേരളത്തിലുള്ളവർക്ക് എവിടെയും തട്ടിക്കയറാനും എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കും. മനസ്സിലായി? പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന സിസ്റ്റത്തിലേക്ക് ആൾക്കാർ പോകാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് മലയാളം പഠിച്ചില്ലെന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്പം എന്ത് ചെയ്യും, നാളെ എന്താണെന്ന് ആൾക്കാർക്ക് അറിയാൻ പോലും പറ്റത്തില്ല. കാരണം നാളെ എനിക്കിപ്പോൾ ഇന്ന് 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നാളെ ഒരു 1500 രൂപ കിട്ടുന്ന സോഴ്സ് ആദ്യം തപ്പും. കാരണം വേറെ നിവർത്തിയില്ല ജീവിക്കാൻ. നമുക്ക് ഈ കേരളത്തിൽ എന്ന് പറഞ്ഞ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഒരു 10 പേരെ കൊണ്ട് കമ്പനി ഇവിടെ കഴിഞ്ഞാൽ അവിടെ കൊടിയൂത്തും ബഹളവും കാര്യങ്ങളും ഏത് പാർട്ടി ബേസ് ഏതും ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ IT കമ്പനി മാത്രമാണ് നോർമൽ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരും IT കമ്പനി മാത്രമാകുമ്പം എല്ലാവർക്കും അങ്ങനെ ആ ഒരു പഠിത്തം കിട്ടണമെന്നില്ല. ആ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണമെന്നില്ല. പല ജോലിയാണ്. അപ്പോൾ എല്ലാവരും നോക്കുന്നത് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. മലയാളി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു വീട് വേണം, സെറ്റ് വേണം, കാറ് വേണം, വണ്ടി വേണം, പിള്ളേർക്ക് നല്ല പഠനം വേണം, അതിന് പൈസ വേണം. അത്ര വേതനമില്ല, ക്യാഷില്ല, ഒന്നുമില്ല. അപ്പോൾ നേരെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പം പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുക, അതൊരു സൈഡിൽ കിടക്കട്ടെ, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡ് മാസം കിട്ടുന്നതാവട്ടെ, ചിലവുകൾ നടക്കുമല്ലോ എന്നും പറഞ്ഞ് ഓരോരുത്തർ ഇത് കൊണ്ടിടുന്നതാണ്.